പ്രേക്ഷകർക്കും സ്വാഗതം. നിലമ്പൂർ വോട്ടെടുപ്പിന് ഇനി അവശേഷിക്കുന്നത് 6 നാൾ. പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. പ്രചാരണം കൊട്ടിക്കയറുകയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവസാന ഘട്ടത്തിലേക്ക് കടന്ന് ഏറ്റവും വലിയ രീതിയിലുള്ള പ്രചാരണം കണ്ടു നിൽക്കുമ്പോൾ മടങ്ങിയെത്തിയ മൺസൂൺ ഇന്ന് നിലമ്പൂരിൽ ചെറിയ മങ്ങൽ ഈ പ്രചാരണ രംഗത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. വലിയ ശക്തമായ മഴയായിരുന്നു പകൽ മുഴുവൻ. ഇപ്പോഴും നമുക്ക് ഇവിടെ മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറ്റവും ആവേശമായത് ഇടത് ക്യാമ്പിൽ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടി മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തി എന്നതാണ്. 2 യോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിച്ചു. UDF-നെതിരെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. നിലമ്പൂരിൽ പ്രചാരണത്തിന്റെ ആവേശം കെടുത്തുന്നത് ഇപ്പോൾ മഴ മാത്രമാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പും LDF ക്യാമ്പും അൻവർ ക്യാമ്പും ഒക്കെ അങ്ങേയറ്റം ആവേശത്തിൽ പ്രചരണ രംഗത്ത് ഉണ്ട്. എനിക്കൊപ്പം BV അരുൺ ചേരുന്നുണ്ട്, CV അനുമോദ് ചേരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിലമ്പൂരിൽ ഇന്ന് ഉണ്ടായിരുന്നു. ഞങ്ങൾ അരുണും അനുമോദും ദിവസങ്ങളായി ഇവിടെ പ്രചരണ രംഗം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനും ഇന്ന് ഇവർക്കൊപ്പം ചേർന്നു. മുഖ്യമന്ത്രിയുടെ വരവ് തന്നെയായിരുന്നു ഇന്ന് നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അല്ലേ അരുൺ? മുഖ്യമന്ത്രി എത്തി. ഇനി 3 ദിവസം മുഖ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത് മുന്നിട്ട് നിന്നുള്ള പ്രചരണം. പിണറായിസത്തിനെതിരെയുള്ള അൻവറിന്റെ യുദ്ധത്തിൽ മുഖ്യമന്ത്രി കളത്തിലിറങ്ങുമ്പോൾ അതിന്റെ ഒരു പ്രത്യേകത എന്താണ്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വരവ് തന്നെയാണ് ഇന്നത്തെ ഈ നിലമ്പൂർ പ്രചരണത്തിലെ ഏറ്റവും തെരഞ്ഞെടുപ്പ് വിശേഷം, ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിശേഷം. രേണുക സൂചിപ്പിച്ച പോലെ ഇടത് ക്യാമ്പിനെ അത്രയധികം ആവേശത്തിലാക്കിയാണ് മുഖ്യമന്ത്രി വന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ പരിപാടി മഴയത്തായിരുന്നു. പക്ഷേ മഴയിലും ചോരാത്ത ആവേശം, വലിയ പ്രവർത്തക പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാന മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച അജണ്ട തന്നെയാണ് വികസനം. പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിക്കും കോൺഗ്രസിനും അതുപോലെ തന്നെ ലീഗിനുമെതിരെ അതിശക്ത വിമർശനമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചത്. വരും ദിവസങ്ങളിലും അത് തന്നെയാകും അദ്ദേഹത്തിന്റെ പ്രചരണ വേദിയുടെ പ്രധാന ആയുധം. നമുക്കറിയാം, ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചരണം എത്തിയത് ഈ വർഗീയ സംഘടനകളുടെ പിന്തുണ എന്ന വിഷയത്തിലാണ്. ആ വിഷയം അണയാതെ സൂക്ഷിക്കുന്നു ഇരു മുന്നണികളും. അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ എങ്ങനെ സാധിക്കും എന്നത് നോക്കി സജീവമായി നിർത്തുന്നു എന്നതാണ്. മുഖ്യമന്ത്രി കൃത്യമായും ആദ്യം ജമാഅത്തെ ഇസ്ലാമിയെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിൽ എല്ലാവരും അകറ്റി നിർത്താൻ ശ്രമിച്ച സംഘടനകളെ ചില കൂട്ടുന്നു എന്നതാണ് പറഞ്ഞത്. എല്ലാ കാലത്തും എല്ലാവരും അകറ്റി നിർത്തിയിരുന്നവരെ. അപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രതികരണം, ആ യോഗത്തിലെ ആ വാക്കുകൾ കേട്ടതിന് ശേഷം അതിലേക്ക് വരാം. കൃത്യമായും ജമാഅത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് അകറ്റി നിർത്തപ്പെടേണ്ടുന്ന സംഘടനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അകറ്റി നിർത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാം. എന്ത് മാറ്റമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? വന്ന മാറ്റം കഴിഞ്ഞ 9 വർഷമായി LDF കേരളത്തിൽ അധികാരത്തിൽ നീക്കുന്നു. ഇത് തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് UDF-നുണ്ടാകുന്നു. അതിന്റെ ഭാഗമായി UDF അതിൽ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്, അതിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഭാഗം, അങ്ങനെ പറയാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ആ വിഭാഗം ഇപ്പൊ തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടത്. LDF എതിർക്കാൻ തയ്യാറാകുന്ന ആരൊക്കെ ഉണ്ടോ അവരുടെ എല്ലാ സഹായം തേടാം. മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ചില മാനങ്ങൾ കൊടുക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായും VD സതീശനെ ലക്ഷ്യമിടുന്നു എന്നതാണ്. മുൻപ് എവിടെയാണ് മതരാഷ്ട്രവാദം ഇപ്പോൾ ജമാഅത്തെ ഉന്നയിക്കുന്നത് എന്നത് VD സതീശൻ ചോദിച്ചു. കൃത്യമായും VD സതീശനെ ലക്ഷ്യമിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിച്ചത്. തീർച്ചയായും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, VD സതീശൻ ലക്ഷ്യമിടുന്നു. അതായത് അദ്ദേഹം പറഞ്ഞ വാക്ക് UDF-ൽ കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വിഭാഗം, അങ്ങനെ പറയാൻ കഴിയൂ. അല്ലാതെ UDF മൊത്തത്തിലെന്നോ കോൺഗ്രസ് മൊത്തത്തിലും അല്ല മുഖ്യമന്ത്രി വിമർശിച്ചത്. UDF-ൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന, കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വിഭാഗം. അത് വളരെ കൃത്യമായി കോൺഗ്രസിലെ UDF-ലെ ഭിന്നത കൂടി മുതലെടുക്കുക ലക്ഷ്യത്തോടെയുള്ള മുഖ്യമന്ത്രി പ്രസ്താവനയാണ്. മറ്റൊന്ന്, ലീഗിനെ കടന്നാക്രമിക്കുന്നു. ലീഗ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി മാധ്യമം പത്രം തുടങ്ങുമ്പോൾ പൊതു സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി എല്ലാവരെയും ക്ഷണിച്ചു. അതിന്റെ കൂട്ടത്തിൽ അന്നത്തെ പാണക്കാട് തങ്ങളെയും ക്ഷണിച്ചു. പക്ഷേ അദ്ദേഹം പോയില്ല. പോകാത്തതിന്റെ കാരണമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വീണ്ടും അവരുടെ ദൃശ്യമാധ്യമം തുടങ്ങുമ്പോഴും ഇതേ ക്ഷണമുണ്ട്, അന്നും പോയില്ല. അതിൽ നിന്ന് മാറ്റം വന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ലീഗിൽ ലക്ഷ്യമിട്ട് അത് കൃത്യമായും അരുൺ, ലീഗിലെ ഭിന്നത കൂടി മുതലെടുക്കണം. പാണക്കാട് തങ്ങൾമാരെ മാറ്റി നിർത്തിയില്ലേ, അവർ പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ ചിലർക്ക് കൂട്ടുകൂടാനുള്ള താല്പര്യം എന്തുകൊണ്ട് എന്ന രീതിയിൽ കൂടി ചോദിക്കണം. അപ്പോൾ എവിടെയൊക്കെ ഭിന്നതയുണ്ടോ, അല്ലെങ്കിൽ ഭിന്നതയുടെ പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ ഭിന്നതയുണ്ടോ അവിടെ എങ്ങനെ ഒരു ലാഭം അല്ലെങ്കിൽ ആ എഡ്ജ് എങ്ങനെ ഉപയോഗപ്പെടുത്താം
കൂട്ടുകൂടാം എന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വളരെ കൃത്യമായിരുന്നു. അങ്ങനെ 2 യോഗങ്ങളിൽ പങ്കെടുത്തുവെങ്കിലും രണ്ടിടത്തും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ ഈ വിഷയങ്ങളിലൂന്നിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബന്ധം, ജമാഅത്തുമായുള്ള ബന്ധം, വർഗീയ സംഘടനകളുമായുള്ള ബന്ധം, 4 വോട്ടിന് വേണ്ടി വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടാൻ തയ്യാറായിരിക്കുന്നു. ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആരുമായും കൂട്ടുകൂടാൻ തയ്യാറെടുക്കുന്നു എന്നതാണ് പറഞ്ഞത്. അത് കൃത്യമായും കോൺഗ്രസിലെ തീരുമാനമെടുക്കുന്ന വിഭാഗത്തെയും ഒപ്പം ലീഗിനെയും ചൂണ്ടിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ആ വാക്കുകൾ കൂടി കേൾക്കാം. ഇത്തരമൊരു പൂർണ്ണ അവസരവാദ നിലപാട് അത് നമ്മുടെ നാടിനെ എങ്ങനെ ബാധിക്കും, നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കും, ഭാവിയിൽ അതുണ്ടാക്കാൻ പോകുന്ന ആപത്തുകൾ എന്താണ്, ഇത്തരം ശക്തികളോട് അയവേറിയ സമീപനം സ്വീകരിക്കുന്നത് നാടിന് ഗുണകരമാണോ, സമൂഹത്തിന് ഗുണകരമാണോ, തങ്ങൾക്ക് തൽക്കാലം ലാഭം ഉണ്ടാക്കുക അതുമാത്രം മതിയോ, നാടിന്റെ നന്മയും ഭാവിയും കരുതിക്കൊണ്ട നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? അതൊരുതായില്ലായിരുന്നു. ഏതായാലും ലീഗിന്റെ നേതൃത്വം അറിയാതെ കോൺഗ്രസ് ഇത്തരം നിലപാട് സ്വീകരിച്ചുവെന്ന് കരുതാനാവില്ല. തീർച്ചയായും അരുൺ, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് നിലമ്പൂരിൽ എത്തുന്നു എന്നത് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ UDF ക്യാമ്പിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആദ്യ യോഗം തീരുന്നതിന് മുൻപ് തന്നെ VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. കൃത്യമായും മുഖ്യമന്ത്രിക്കുള്ള മറുപടിയുമായിട്ടാണ് VD സതീശൻ എത്തുന്നത്. ഞാനാണ് VD സതീശന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എണ്ണിയെടുത്ത് അതിന് തീരുന്നതിന് മുൻപ് തന്നെ വേദിയിലേക്ക് വരുന്നു, അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലസ്തീൻ പറഞ്ഞതാണ്, പിന്നീട് ഇതാ ഇപ്പോഴാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇതെല്ലാം വോട്ട് മേടിക്കാനുള്ള മാർഗങ്ങൾ മാത്രം എന്ന് പറഞ്ഞു തുടങ്ങി. മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യത്തിലും മറുപടി പറയുന്നുണ്ട് VD സതീശൻ. ഏറ്റവും ഒടുവിൽ പറയുന്നു, ഇങ്ങോട്ട് തോണ്ടാൻ വരണ്ട, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തീരുമാനമാണ്, UDFന്റെ തീരുമാനമാണ്, അവിടെ മുഖ്യമന്ത്രി തോണ്ടാൻ വരണ്ട എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഏതാണ്ട് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായും ആ സമയ ക്രമീകരണങ്ങൾ പോലും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്വാഭാവികമായും ഇടതുമുന്നണിയുടെ ഭരണമുള്ളപ്പോൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്, അവരുടെ സിറ്റിംഗ് സീറ്റ് അത് ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്ന ചോദ്യം. പക്ഷേ ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് 2 പേർക്കാണ്. അതിലൊന്ന് PV അൻവറാണ്. കാരണം ഇവിടെ ജയിക്കുകയോ അല്ലെങ്കിൽ ജയിക്കാൻ മാത്രം എളുപ്പമല്ല. കരുത്ത് കാട്ടില്ലെങ്കിൽ PV അൻവർ പൂർണ്ണമായും തീർച്ചയായിട്ടും ഔട്ടായി പോകും. മറ്റൊന്ന് VD സതീശനാണ്. കാരണം ഈ സ്ഥാനാർത്ഥം പോലും PV അൻവറിനെ മുന്നണിക്കൊപ്പം കൊണ്ടുപോകണമെന്ന വലിയ അഭിപ്രായം വലിയൊരു വിഭാഗം കോൺഗ്രസിലുണ്ട്, UDFിലുണ്ട്, ലീഗിലുണ്ട്. ലീഗ് വളരെ ശക്തമായതിനു വേണ്ടിയൊക്കെ ശ്രമിച്ചതാണ്. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് PV സതീശൻ എന്ന ഒറ്റ നേതാവിന്റെ വാശിയിൽ തന്നെയാണ് PV അൻവറിനെ കോൺഗ്രസ് തട്ടി പുറങ്കാലിനടിച്ചെന്ന് പറയാം, ആ രീതിയിൽ കളഞ്ഞു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചില്ലെങ്കിൽ ഇവിടെ ഇത്ര അനുകൂല സാഹചര്യം 9 വർഷം തുടർഭരണം തുടർച്ചയായി ഭരിക്കുന്ന ഒരു മുന്നണിക്കെതിരെ ഈ ഇലക്ഷൻ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ VD സതീശന്റെ രാഷ്ട്രീയ ഭാവി കൂടി ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ VD സതീശൻ തന്നെയാണ് ഏറ്റവും നിർണായകമായ ഒരു ഉപതെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് ഇതിനെ നിയന്ത്രിക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ. തീർച്ചയായും ഇവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ ഊന്നി മുഖ്യമന്ത്രി പറയുമ്പോൾ VD സതീശൻ പറയുന്നത് പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് ഇടതുപക്ഷം നിലമ്പൂരിൽ എന്നതാണ് പറയുന്നത്. അവർ എല്ലായിടത്തും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ നിലമ്പൂരിലും പച്ചയ്ക്ക് വർഗീയത പറയുന്നു എന്നതാണ് VD സതീശൻ പറയുന്നത്. UDF ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിയെ പോലെ വാക്ക് മാറ്റി മാറ്റി പറയുന്ന മറ്റൊരാളില്ല എന്നും VD സതീശൻ ആരോപിച്ചു. ആ വാക്കുകൾ കേട്ടതിനു ശേഷം തിരിച്ചെത്താം. അതിനുശേഷം നമുക്കൊപ്പം CV അനുമോദ് കൂടി ചെയ്യും.